നമസ്കാരം. ഫുൾ സൈസ് SUV സെഗ്മെന്റ് അടക്കി ഭരിക്കുകയാണ് നമ്മുടെ സ്വന്തം ടൊയോട്ട ഫോർച്യൂണർ. ഫോർഡ് എൻഡവർ കളമിട്ടതോടെ ശക്തനായ എതിരാളി ഇല്ലാത്തതാണ് ജാപ്പനീസ് ബ്രാൻഡിന്റെ വിജയമായി മാറിയത്. ജീപ്പ് മെറിഡിയനായാലും MG ഗ്ലോസ്റ്ററിനായാലും വേണ്ടത്ര സ്വീകാര്യത കിട്ടുന്നില്ല എന്നതും ദയനീയമായ അവസ്ഥയാണെന്ന് പറയാതെ വയ്യ. സെഗ്മെന്റിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് SUV ആണ് MG ഗ്ലോസ്റ്റർ. ധാരാളം കഴിവുകളുണ്ടായിട്ടും വിൽപ്പനയ്ക്ക് ഒരു ഗുമ്മ കിട്ടിയിട്ടില്ല ഇതുവരെയും. ഡിസൈനിലെ ഗാംഭീര്യതയും ഫീച്ചറുകളുടെ സമ്പന്നതയും എല്ലാം തന്നെ ഗ്ലോസ്റ്ററിനെ തുടക്കം മുതലേ തന്നെ വേറിട്ട് നിർത്തുന്ന ഘടകമായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെടുന്ന മോഡൽ മുഖം മിനുങ്ങി എത്തുകയാണ് വിപണി പിടിക്കാൻ. അഡാസ് പോലുള്ള ഫീച്ചറുകൾ മാസ് മാർക്കറ്റ് വിഭാഗത്തിലേക്ക് പരിചയപ്പെടുത്തിയ ഈ ഒരു ബ്രാൻഡിൻ്റെ പടപ്പുറപ്പാട് അല്പം ടെൻഷനോടെയാണ് ടൊയോട്ട നോക്കിക്കാണുന്നത്. ഫോർച്യൂണറിനെതിരെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ മുൻഗാമിയേക്കാൾ മിടുക്കനായിട്ടായിരിക്കും വരവ്. അവതരണം ഉത്സവ സീസണിന് മുന്നോടിയായി തന്നെ നടക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഗ്ലോസ്റ്ററിൻ്റെ അവസാനപ്പെട്ട പരീക്ഷണയോട്ട ഘട്ടത്തിലാണ് MG മോട്ടോഴ്സ് ഇപ്പോൾ. ഏറ്റവും പുതിയ സ്പൈ ചിത്രങ്ങളിലൂടെ വണ്ടിക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുന്നുമുണ്ട്. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാര്യമായ പരിഷ്കാരങ്ങളോടെയായിട്ടായിരിക്കും ഈ ഒരു SUVയെ പണിതിറക്കുക. വരാനിരിക്കുന്ന ഫേസ് ലിഫ്റ്റ് പതിപ്പ് റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ഗ്രിൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, റിയർ ടെയിൽ ഗേറ്റ്, റിയർ ബമ്പർ എന്നിവയുമായിട്ടായിരിക്കും വരിക. അങ്ങനെ മൊത്തത്തിൽ രൂപമാകെ മൊത്തത്തിൽ മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നത്. ഇനി സൈഡ് വശത്തിൽ നിന്നുള്ളൊരു കാഴ്ചയിൽ കാര്യമായ നവീകരണങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും പുതിയ അലോയ് വീൽ ഡിസൈൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പിന്നിലേക്ക് വന്നാൽ പുത്തൻ കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ, ട്വിൻ എക്സോസ്റ്റ് ടിപ്പുകൾ, പുതിയ റിയർ ബമ്പർ, അതുപോലെ തന്നെ ബൂട്ട് ലീഡിനായി പരിഷ്കരിച്ച ഡിസൈൻ എന്നിവയെല്ലാം MG ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റിലേക്ക് എത്തുകയാണ്. ഈ മാറ്റങ്ങൾക്കൊപ്പം ഇൻറ്റീരിയറിലും SUV കുറച്ചധികം മാറ്റങ്ങൾ അവതരിപ്പിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. മികച്ച ഫീച്ചറുകളാൽ സമ്പന്നമായ SUV ആണെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഡാഷ്ബോർഡ് ലേഔട്ടിൽ ചെറിയ മാറ്റങ്ങൾ, പുതുക്കിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡ്രൈവർ ഡിസ്പ്ലേ, പുത്തൻ അപ്ഹോൾസ്റ്ററി ലെവൽ 2 ADAS എന്നിവയെല്ലാം തന്നെ ഗ്ലോസ്റ്ററിൻ്റെ ഗമ കൂട്ടുമെന്ന് തന്നെ വിചാരിക്കാം. ലെവൽ 2 ADAS സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയാൽ ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റ് SUV സെമി ഓട്ടോണമസ് ഡ്രൈവിംഗ് ശേഷിയും കൈവരിക്കും. ഇത് ദീർഘദൂര യാത്രകളിലെ ഡ്രൈവർ ക്ഷീണത്തെ ചെറുക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചർ തന്നെയാണ്. ഇത്തരം മാറ്റങ്ങൾ ഒഴികെ എഞ്ചിൻ ഓപ്ഷനൊന്നും മറ്റ് മെക്കാനിക്കൽ ഭാഗങ്ങളും എല്ലാം തന്നെ അതേപടി നിലനിർത്താൻ തന്നെയാണ് സാധ്യത. 2.0 ലിറ്റർ ടർബോ ഡീസൽ, 2.0 ലിറ്റർ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാകും ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റ് വാങ്ങാനെത്തുന്നവരെ ആകർഷിക്കുക. പെർഫോമൻസിലും അത്ര ചില്ലറക്കാരനല്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. SUVയുടെ ടർബോ ഡീസൽ പതിപ്പിന് 161 bhp കാര്യത്തിൽ പരമാവധി 375 Nm ടോർക്ക വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഗ്ലോസ്റ്ററിൻ്റെ ട്വിൻ ടർബോ പതിപ്പ് 215 bhp പവറിൽ 480 Nm ടോർക്കും വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. 2 എഞ്ചിനുകളും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് വേരിയൻറ്റുകളിൽ വാഹനം സ്വന്തമാക്കാനും സാധിക്കും. വിവിധ തരം പ്രതലങ്ങളിൽ മികച്ച ഓഫ് റോഡ് ശേഷി കൈവരിക്കുന്നതിനായി ഒന്നിലധികം ടെറൈൻ മോഡുകളും മോഡലിൽ ഉണ്ടാകുമെന്ന് അറിയാം. മാനുവൽ ട്രാൻസ്മിഷൻ ഗ്ലോസ്റ്ററിൽ തുടക്കം മുതലേ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ഇത്തവണയും അതുണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതുകൂടാതെ ഗ്ലോസ്റ്ററിന് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനും തുടർന്ന് നൽകാൻ കമ്പനിക്ക് ഉദ്ദേശമില്ല എന്നാണ് വിവരം. നിലവിൽ 38,80,000 രൂപ മുതൽ 43,87,000 രൂപ വരെയാണ് MG ഗ്ലോസ്റ്ററിൻ്റെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില. മാറ്റങ്ങളോടെ ഇനി എത്തുമ്പോൾ ഒരുപക്ഷെ 1,50,000 രൂപ വരെ ഉയരാനും സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് MGയുടെ പുത്തൻ അവതാരത്തിനായി.